എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. അച്ഛനും ഉണ്ട്, അച്ഛൻ ബാക്കിലാണ്, കൂർത്തമ്മക്ക. അപ്പൊ അമ്മ പൂട്ടിയിരിക്കാനും പോയെന്ന് വിചാരിക്കണ്ട കേട്ടാ, ഇവിടെ തന്നെയാ, നല്ല തണുവാ. അപ്പൊ തണുപ്പ് ഒട്ടും പറ്റില്ലേ. ഇപ്പൊ ഇത് നിങ്ങൾ വിചാരിക്കണ്ടാവും ഇപ്പൊ നല്ല ചൂടുള്ള ചായ ഒക്കെ കുടിച്ചിരിക്കാമെന്ന്. ചായയല്ല, ഇതെന്താണെന്നറിയോ? ഇത് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് പകുതി പിഴിഞ്ഞൊഴിച്ചത്, പിന്നെ കുറച്ച് തേൻ, ഒരു ഒരു ചെറിയ ഒരു ടീസ്പൂൺ തേൻ അത് ഒഴിച്ചിട്ടുള്ള വെള്ളമാണ് കുടിക്കുന്നത്. കണ്ട നമുക്ക് കാലത്ത് ഞാൻ ചായയും കാപ്പി ഉപേക്ഷിച്ചിട്ട് കുറേ നാളുകളായി. പക്ഷെ വീട്ടിലിരുന്നത് ചിലപ്പോൾ വീട്ടിൽ വല്ല പുട്ടോ എന്തെങ്കിലുമൊക്കെ ആവും കഴിക്കുക. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് ഞാൻ കുടിക്കും. കടയിൽ പോകാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളമാണ് കുടിക്കുക. ഒരു ഗ്ലാസ്സാണ് കേട്ടോ. അത് ഒരു ദിവസം ഇത് കുടിക്കുകയാണെങ്കിൽ പിന്നത്തെ ദിവസം പുതിന ഇട്ടിട്ടാവും, പിന്നത്തെ ദിവസം അത് മല്ലിയില ഇട്ടിട്ടാവും. അങ്ങനെ മാറി മാറി ഞാൻ കുടിക്കും. അപ്പോൾ ഓൾറെഡി ആരാണ് അടുത്തുള്ളത് അവരെയും കൊണ്ട് ഞാൻ കുടിപ്പിക്കും. രതീഷിന് പിന്നെ ഓൾറെഡി എന്ത് ഞാൻ കുടിക്കാൻ ആൾക്ക് ആവശ്യമാണ്. അപ്പോൾ അത് അമ്മ എന്തിട്ടുണ്ടാക്കണ് ഉടനടി ചോദിക്കും. അപ്പോൾ ഞാൻ ഇന്നത് ഉണ്ടാക്കുമ്പോൾ എനിക്കും കുറച്ചുണ്ടാക്കിക്കോട്ടാ, അത് കുടിച്ചോളും. എന്തോട്ട് പൊട്ടയിലും കുടിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ അമ്മ പെയിൻ്റ് അടിയുടെ വീഡിയോ കാണിച്ചിട്ട് പിന്നെ എന്താന്ന്. ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ പെയിൻ്റ് അടിച്ചത്. പെയിൻറ്റിൻ്റെ കഴുകലും വൃത്തിയാക്കലും പകുതിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുണ്ടും മുറിയൊക്കെ ആയിട്ട് നിർത്തിയത്. അപ്പോൾ നമ്മൾ അതിലേക്ക് തന്നെയാണ് പോണത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയൊക്കെ കഴുകിയിട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ക്ലിയറാണ്. ഇവിടെയൊക്കെ വൈറ്റ് സിമെൻ്റ് അടിക്കുന്ന പിന്നെ ഇവിടെയൊക്കെ കണ്ട ഒരു നീല കളർ വന്നു, പിന്നെ അടി കണ്ട നല്ല കളറായി. അതുപോലെ അപ്പുറത്തും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കുറേ കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ടാണ്. അപ്പം ഇനി ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ പണിയാണ്. അതിൻ്റെ ഇടയിൽ അകത്ത് നമുക്ക് വൈറ്റ് നമ്മളടിച്ച് പകുതിയാക്കി നിർത്തിയിട്ടുണ്ടല്ലോ, അത് ഒന്നടിക്കണം. അപ്പോൾ നമ്മളിവിടെ എങ്ങനത്തെയാണ് അടിക്കുന്നത്? അത്ര കണ്ട് എടുപ്പില്ലാത്തൊരു കളറാണ് അടിക്കുന്നത്, ഒരു ആഷ് കളർ. കണ്ട ഈ കളറുകൾ മാറ്റിയടിക്കാത്തതിൻ്റെ കാരണം തന്നെ നമ്മുടെ പണി കുറവിനും നമ്മുടെ പെയിൻറ്റ് ലാഭത്തിനും വേണ്ടിയിട്ടാണ്. ഇതടിക്കുമ്പോൾ നമുക്ക് 2 കോട്ട അടിക്കേണ്ടി വരും. മറ്റേതാണെങ്കിൽ നമുക്ക് ഒരു കോട്ട അടിച്ചാൽ മതി, പെയിൻറ്റ് ഒരു വട്ടം മതി, പണി ഒരു വട്ടം മതി. അച്ഛനങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഈ കളറ്, അല്ലേ ചേട്ടാ? ആൾക്ക് ഇത്തിരി എടുപ്പുള്ള കളറൊക്കെയാണ് ഇഷ്ടം. നമ്മളത് അടിച്ചടിച്ചടിച്ച് നമുക്കത് ശീലായി. എന്നോട് പറഞ്ഞോട് പച്ചയൊന്നും അടിക്കായിരിക്കോ എന്നാ പറഞ്ഞോക്കട അവര്. അച്ഛൻ അടിക്കാനായിട്ട് വന്നത് കേട്ടാ. അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് നമുക്ക് അടക്കളയിലത്തെ പണിയുള്ളിലേക്കൊന്ന് പോയാലോ കുറച്ച് നേരം. പെട്ടെന്ന് അത് കഴിച്ചിട്ട് പെട്ടെന്ന് ഇവിടെ പോരാൻ പറ്റും. അല്ലെങ്കിലേ ഫുഡ് കഴിക്കാൻ പറ്റുന്ന നേരത്ത് ഉണ്ടാക്കി തിന്നലൊന്നും എടുക്കല്ല. നമുക്ക് ഉണ്ടാക്കി വെച്ചാലാണ് തിന്നാൻ സൗകര്യമുള്ളൂ. ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അതൊന്ന് ചൂടാക്കണ്ടാവും. അച്ഛനും ഞാനും നല്ല ചൂടോടെ ഭക്ഷണം കഴിക്കുന്ന ആളാണ് ചേട്ടാ. 2 പ്രാവശ്യം അടിക്കുമ്പോഴാണ് അതിനൊരു എടുപ്പ് വരുള്ളൂ. പച്ച അവിടെ ഇരുന്ന് പെയിൻ്റ് അടിക്കട്ടെ, നമുക്ക് അടുക്കളയിലേക്ക് ഒന്ന് കയറാം. എടുപ്പില്ലാത്ത സ്ഥലം എടുപ്പാക്കലല്ലോ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത്തിരി വൃത്തികേടാ. അപ്പം അതൊന്ന് വൃത്തിയാക്കിയ ഏറ്റവും ഒടുവാകുമ്പോൾ ഇവിടെ അടിക്കാമല്ലോ. ആ മരവിത്തൊക്കെ എടുത്ത് വെച്ചിട്ട് വേണ്ട ദ്രവിച്ചു തുടങ്ങിയതുകൊണ്ട് മുളയ്ക്കാവോ. കുറേ നാൾ മുന്നെത്തിയ പണ്ടൊക്കെ അങ്ങനെയാ. ആ മരവിത്തൊക്കെ കിട്ടിയെന്ന് വിചാരിച്ചാലേ, വിത്തുകൾ കിട്ടിയെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഈ ചൂട്ടത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടിഞ്ഞാത്തിടും, കേട് വരാണ്ടിരിക്കാനായിട്ട്. പിന്നെ ഉണങ്ങും ചെയ്യുമല്ലോ.
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മറക്കില്ല. സമയമാകുമ്പോൾ അവിടെ നിന്ന് ഓടി വന്നെടുത്ത് നടാം. ക്ലീൻ ആക്കിയിട്ടുണ്ട് ചേട്ടാ. തുടയ്ക്കണം. അതിവിടെ ഈ തേയില ഇട്ടതൊന്ന് തുടയ്ക്കാം. പക്ഷെ അത് മാർബിൾ ഇട്ട പോലെ ആയിട്ടാ ടൈലിട്ട് നോക്കണം. 10 കളർ എല്ലാ വീട്ടിലിട്ട എല്ലാ ടൈലിൻ്റെയും ഒരേ മുറിയുടെ കൂടെ ഇങ്ങനെ പതിച്ചിട്ടുണ്ട്. നറക്കാപ്പൊടി എടുക്കുന്നുണ്ട് ഇവിടെ. നറക്കാപ്പൊടി എടുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ട, ഇതാണ് അറക്കാപ്പൊടി കത്തിക്കുന്ന അടുപ്പ്. ഇതിലിങ്ങനെ ഒരിത് വയ്ക്കും നമ്മൾ. ഇതിൻ്റെ ചുറ്റും അറക്കാപ്പൊടി നിറയ്ക്കും. ഇതിൽ കൂടി ഒരു വടി വയ്ക്കും. എന്നിട്ട് ഊരിയെടുക്കും. അപ്പം ഗ്യാസ് കത്തണം കേട്ടോ. പിന്നെ കത്തുക ഇതിൻ്റെ ഉള്ളിൽ തുണ്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുക്കും നമ്മൾ. അറക്കാപ്പൊടി ഇല്ലല്ലേ, ഞാൻ കാണിച്ചെന്നാണ്. നമ്മൾ പണ്ട് ഇതിലാണ് ആടിനൊക്കെ കഞ്ഞി വെച്ചിരുന്നത്. ഇത് കത്തിച്ചിട്ട് പോയാൽ പിന്നെ നമുക്കൊന്നും അറിയണ്ട, സുഖ. ഇപ്പുറത്ത് വേറെ അടുപ്പുണ്ട്. അപ്പം ഇതിലാണ് നമ്മൾ അടുക്കളയിൽ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. അത് കാരണം കണ്ടത് ഇവിടെയൊക്കെ ഭയങ്കര കരി വന്ന് നോക്കണുണ്ട. അപ്പോഴേ ഞാൻ അടുക്കളയിലേക്ക് ഇങ്ങോട്ട് കയറി. അപ്പോൾ ഇന്നലെ കൊള്ളി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വേവിച്ച് വെച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിഞ്ഞാന്ന് കൊണ്ടുവന്ന കൊള്ളിയാണേ. അപ്പോൾ അത് കണ്ട നീലം കയറും. ഫ്രിഡ്ജിൽ വെക്കാറില്ലേ ഞാൻ, നിങ്ങൾക്കറിയാലോ. അപ്പം അത് ഇന്നലെ ഞാൻ വേവിച്ച് വെച്ചു. ഇന്ന് കാലത്ത് പുട്ടിലേക്ക് കഴിക്കാമല്ലോ. അച്ഛനാണെങ്കിൽ കറിയാണ് ഇഷ്ടേ. എനിക്കിപ്പോൾ പഴം മതി, എനിക്ക് പഴം ഇഷ്ടം. അപ്പോൾ അതൊന്ന് കാച്ചിയെടുത്തിട്ട് വേണം പുട്ടുണ്ടാക്കാൻ. അപ്പോൾ വെറുതെ ഉള്ളിയും മുളകും കാച്ചാട്ടാ. അതൊന്നും ഇപ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ഇത് കാണിക്കുക. പിന്നെ ഇതിൽ ദേ കൂർക്ക, അച്ഛൻ നന്നാക്കി ഉടനെ കൂർക്കില്ലേ, അത് ഞാൻ ദേ ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് അങ്ങോട്ട് ഉപ്പേരി കാച്ചാലോ ഉച്ചയ്ക്കലേക്ക്. ഞാനേ വീണ്ടും ഒന്നും കൂടെ കുറച്ച് വെള്ളം കൂറ്റി കളഞ്ഞ് വെച്ചതന്നല്ലേ. ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് ഞാനേ കുറച്ചൊരു ചാറ് വേണ്ടേ, ഒന്നും കൂടി ചൂടാക്കി കൊള്ളിനെ. അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം വരെ ഇരിക്കുമ്പോഴേക്കും ചിലപ്പോൾ അത് ചീത്തയാവും. അപ്പോൾ നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കേടുവരില്ല. വൈകുന്നേരം വരെ ആയാലും കേടുവരില്ല. ഇന്നലെ വേവിച്ച് വെച്ച് ഇന്ന് കാച്ചുമ്പോഴേ അത് കേടാവും. ഇപ്പോഴേക്ക് കുഴപ്പമുണ്ടാവില്ല, കുറേ നേരം ഇരിക്കുമ്പോൾ അത്. അപ്പോൾ ഉപ്പുണ്ടോ നോക്കട്ടെ. ആ, ഉപ്പൊക്കെ ഉണ്ട്, അത് മതി. അപ്പോൾ ഇതങ്ങോട്ട് പുട്ടിലേക്ക് കണ്ട അങ്ങനെ കൊടുത്താൽ നല്ലതാണ്. പിന്നെ പുട്ടുണ്ടാക്കട്ടെ കേട്ടാ. ഒരു ലേശം വെള്ളത്തോടു കൂടി കാച്ചു ഞാൻ കുറുക്കുക എല്ലാ ഉപ്പേരികളും. എന്നിട്ട് അതിൽ ആ ചീനച്ചട്ടിയിൽ കിടന്നൊന്ന് വറ്റിക്കും. അപ്പോൾ ആ മിളകൊന്ന് മുരിഞ്ഞ് അങ്ങനെ ഡ്രൈ ആയിട്ട് ഇടുമ്പോഴേ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ നല്ലോണം തീ അങ്ങോട്ട് കത്തിച്ചാൽ 2 മിനിറ്റ് ഒന്ന് കത്തിച്ചാൽ അതൊന്ന് വലിഞ്ഞ് ഇതിലേക്കൊന്ന് അവിടെ പിടിക്കും. അപ്പോൾ കൂർക്കയിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ വേണം. അപ്പോൾ അത് കഴിഞ്ഞു, പുട്ട് ശരിയായി. ഇനി ഇതിലേ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് തിളച്ച വെള്ളമല്ലേ, അതിൽ നമുക്ക് പരിപ്പിടാം.
പരിപ്പിൽ കഷ്ണം തപ്പി നമുക്ക് നമ്മുടെ പറമ്പിലേക്ക് ഒന്ന് പോകണം കേട്ടാ. കാരണം എന്താണെന്നാ, കടയിൽ പോയില്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. കഷ്ണങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പം ഇന്നലെ തന്നെ ഞാൻ റൈസ് കുക്കറിൽ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജയയുടെ അരിയണേ, എനിക്ക് അതാണ് ഇഷ്ടം. കടയിലായാലും അതന്നെ വാങ്ങിക്കുക. അപ്പം അത് വല്ലപ്പോഴും 5 കിലോ അരി മേടിച്ചാൽ മതി നമുക്ക്. റേഷൻ്റെ അരി ഉണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ വേഗം ജയയുടെ അരി വെച്ചു. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഒക്കെ ചിലപ്പോൾ റേഷനൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഞാനൊരു 2 കിലോനൊക്കെ അരി ഈ ജയയുടെ അവിടെ കാത്തു വയ്ക്കും. അപ്പോൾ അത് വേവില്ല. പിന്നെ റൈസ് കുക്കറിൻ്റെ കുഴപ്പവും അരിയുടെ കുഴപ്പവും ഒക്കെ ഉണ്ട്. പക്ഷെ അത് വേവ് കുറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ ചോറ് തിന്നാനായിട്ട്. എനിക്ക് നല്ല അച്ഛനായാലും എനിക്കായാലും അങ്ങനെ വെന്ത ചോറ് ഇത്തിരി ഇഷ്ടക്കുറവാണ്. അപ്പോൾ വേവ് നല്ല ഇതായിട്ടുള്ള ചോറാണ് ഇഷ്ടം. അപ്പോൾ കയ്യിൽ കാണാനില്ലല്ലോ, കയ്യിലിട്ടാ. അപ്പോൾ നമുക്ക് അതൊന്നും കൂടി തിളപ്പിച്ച റൈസ് കുക്കറിൽ തന്നെ വെക്കാനാ. റൈസ് കുക്കർ ഒന്ന് മാറ്റണം. കാരണം എന്താ വെച്ചാൽ കുറേ നാൾ എൻ്റെ മക്കളെ ആരോ കണ്ട് ഉപയോഗിച്ചതാ. അത് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നതാ. അപ്പം അത് തീരെ പറ്റാണ്ടാവുമ്പോൾ കളയാം. വേറെ മേടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, കടയിൽ പോയി എപ്പോൾ വേണമെങ്കിലും കിട്ടും. അപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം അതൊന്നും ആർക്കും കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ. നമ്മൾ ഉപയോഗിച്ച് പഴയതായത് വല്ലവർക്കും കൊടുക്കാൻ പറ്റുമോ? പിന്നെ കളയേണ്ട കാര്യമില്ലല്ലോ, അവസാനമാകുമ്പോൾ കളഞ്ഞാൽ പോരെ എന്ന് ഞാനും വിചാരിക്കും. എന്തെങ്കിലും വാങ്ങിക്കില്ലേന്ന് ഇതൊന്ന് മാറ്റി അതങ്ങോട്ട് വാങ്ങിച്ചുകൂടെ ചോദിക്കും ആരെങ്കിലുമൊക്കെ. അപ്പോൾ ഞാൻ പറയേ, ഇഷ്ടം പോലെ കടയിൽ സാധനങ്ങൾ എപ്പോൾ പോയാലും നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അവസാനം വരെ ഉപയോഗിക്കാം. അത് കഴിയുമ്പോൾ അച്ഛൻ ഇവിടെയൊക്കെ അടിച്ചു കഴിഞ്ഞ് അച്ഛനെ കാണാനില്ല കേട്ടാ. അച്ഛൻ എങ്ങോട്ടോ പോയി. ഒരു വട്ടം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭംഗിയില്ലല്ലോ കാണാൻ. ഭംഗിയില്ല. ഇനി ഒരു വട്ടം കൂടി അടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെയൊക്കെ അടിച്ചു വേണ്ട, ആകെ കറുത്ത് കരി പിടിച്ച പോലെ ഇരിക്കുന്നു ഇപ്പോൾ. എനിക്കിഷ്ടമല്ല കേട്ടോ ഈ കളറൊന്നും. പിന്നെ നിങ്ങളൊന്ന് മാറ്റി അടിക്ക് അമ്മയെന്ന് പറഞ്ഞ കാരണം മാറ്റിയതാ. ഇനിയിപ്പോൾ അടിയിലും കൂടി വരുമ്പോൾ ഭംഗിയുണ്ടാവും. പിന്നെ അവിടെ ഒരു വൈറ്റ് വരുമ്പോൾ അതൊക്കെ ഭംഗിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പിന്നെ അടിക്കാമല്ലോ. അച്ഛനെ കണ്ടുപിടിച്ചേ. അച്ഛനിവിടെ ഓരോ തുടങ്ങി. ചട്ടികൾ എടുത്ത് വെച്ചാൽ ഒരു ഭംഗിൻ്റെ അവളെ ചേട്ടാ. ഞാൻ എടുത്ത് വെച്ചാൽ ചേട്ടാ. അതും അവിടം വരെ ഒന്ന് ക്ലീൻ ആക്കണം അല്ലേ. അതെ, അത് ഒരു സ്ഥലം മാത്രം പിന്നെ ഇട്ടിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അത് ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചാൽ ചേട്ടാ. അതവിടെ വെക്കണ്ടേ, അവിടെ അടിക്കണ്ടേ? അവിടെ അടിക്കണേ. അതും കൂടി അടിച്ച് ക്ലീൻ ആക്കിയാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ട് തന്നോ, അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാലോ. അതിറക്കി താഴ്ത്തിക്ക് വെച്ചോ. ഒടിക്കാണ്ട് വെച്ചോളൂട്ടാ ചേട്ടാ. അത് ഞാൻ നല്ല ഇതിൽ ഭംഗിയിൽ കൊണ്ടുവരുന്നതാ. അവിടെ വെച്ചോ. അത് അതവിടെ കിടന്നോട്ടാ, കുഴപ്പമില്ല. പിന്നെ എപ്പോഴേലും അടിക്കാൻ പറ്റും. അത് ഇവിടുന്ന് ഇങ്ങനെ അടിച്ചു പോന്നാൽ മതി. ഇതും കൂടി വെക്കി മണ്ണൊക്കെ കളയണ്ടേ. ആർക്ക് താഴ്ത്തിക്ക് വെച്ചോ. എന്നായിട്ടതൊന്ന് ഇത് ആ തുണി കണ്ട ചേട്ടാ. ഇന്നലെ ഞാൻ ആക്കി കൊടുന്ന സോപ്പ് ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് എടുത്താ ചേട്ടാ. അത് എനിക്കെടുത്തുണ്ട് വെള്ളം. അപ്പോൾ ഒന്ന് കഴുകാൻ. വെയിൽ കൊള്ളുന്ന വശമൊക്കെ നരച്ചു കളയാറായി തുടങ്ങി കുറേ നാളായി.
ഇതാണ് സാമ്പാർ ചീര. ഇത് ഞാൻ ആദ്യം നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. പരിപ്പിലിട്ട് വയ്ക്കുക, സൂപ്പറാട്ടാ. അപ്പോൾ ദേ അച്ഛൻ്റെ പയറുമ്പോൾ കുറേ പയറുണ്ടായിട്ടുണ്ട്. പക്ഷെ കണ്ട, ഇതൊക്കെ കണ്ട എന്തോ കടിച്ച് കണ്ട ഒക്കെ വള്ളിയൊക്കെ നശിപ്പിച്ചു. അതിൻ്റെ ദേ കണ്ട പയറുണ്ടായി വരുന്നുണ്ടായുള്ളൂ. നോക്കി എന്തോ ദേഷ്യം തീർത്തു. അച്ഛനോട് എലിക്കോ എന്തിനോ ദേഷ്യം ഉണ്ടായിരുന്നു. അണ്ണാനാവില്ല, അണ്ണാൻ കളയില്ല. അപ്പം അത് പൊട്ടിച്ച് എടുത്താലേ ഒരു ഉപ്പേരി വയ്ക്കാൻ നമുക്ക് രണ്ടാൾക്കായ കാരണം ഉണ്ടാവും. രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊട്ടിക്കിന്. ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിലാണ് നമ്മൾ ഇങ്ങോട്ടൊന്നിറങ്ങുക. ഒരു 10 കടയുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പേരി വയ്ക്കാനൊക്കെ കിട്ടൂട്ടാ. ഇതിപ്പോൾ അധികം കടകളില്ലല്ലോ. അതെ ഇത്ര കിട്ടി. ബാക്കി നാളെ ഉണ്ട്. നാളേക്ക് ഒന്നും കൂടി ആവും. അപ്പോൾ അത് നാളെ പൊട്ടിക്കാം. നമ്മൾ സാമ്പാർ ചീര ഒന്നും കളയാറില്ല കേട്ടോ. എല്ലാം അടക്കം, ഈ പൂവടക്കം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കണ്ടിനൊക്കെ ഭയങ്കര അങ്ങനെ അധികം ഹാർഡായിട്ടുള്ളതല്ല. നമ്മളെല്ലാം അരിഞ്ഞിട്ട് കണ്ടമാനം ചാറുകറി ആകുമ്പോൾ ഇതന്നെ അധികം. കണ്ടമാനം ഈ ചപ്പ് പോലെ കിടന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ചീരലി ആയാലും പുരിങ്ങയില ആയാലും ഒക്കെ ഇത്തിരിയേ പാടുള്ളൂ. ഇതിപ്പോൾ തണ്ടിട്ടല്ലോ കുറച്ച്. പിന്നെ അധികം ആൾക്കാർക്കൊക്കെ ഇത് പോരാട്ടാ. അധികം വെക്കുന്നവർക്കൊക്കെ നമ്മൾ വളരെ കുറവല്ലേ വെക്കുന്നുള്ളൂ. ഇരുമ്പും കൂടി അരിഞ്ഞ് ഒക്കെ കൂടിയിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ പരിപ്പൊക്കെ വെന്തിരിക്കുന്നില്ലേ നമ്മളെ. പരിപ്പൊക്കെ നന്നായി. അപ്പൊ അതേ ഒരു 2 പച്ചമുളകും ഒരു തക്കാളിയും പിന്നെ ഇരുമ്പും കൂടി ഇട്ടാ വറ്റിട്ടുണ്ട്. തീ കത്തിക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരിങ്ങി അതിടാം. കുറച്ച് വേപ്പിൻ്റെ അരിയും ഒരു നുള്ള് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഒരു വിസിൽ. വെള്ളം കുറച്ച് കുറവാണ്. അത്ര കട്ടി പാടില്ല.
ഗ്യാസ് കഴിയാറായി തോന്നുന്നുണ്ട് കേട്ടോ. അതേ കരി പിടിക്കുന്നുണ്ടോ നിറയെ. അത് ഒന്നല്ലെങ്കിൽ ക്ലീൻ ആക്കണം, അല്ലെങ്കിൽ കഴിയാറായിട്ടാവും. അയ്യോ, കരി അടുപ്പിൽ വെച്ച പോലെയാ. അപ്പോൾ നമ്മുടെ കറി ഇതേ നല്ല ഇത്തിരി കട്ടിയൊക്കെ ആയി വന്നു. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴേ തേങ്ങ അരയ്ക്കാണ്ടല്ലോ നമ്മൾ വെക്കിന്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്തിട്ടാന്ന് വിചാരിച്ചാൽ കുറച്ച് പരിപ്പ് ഒന്നല്ലെങ്കിൽ കൂടുതലിടണം, വെളിച്ചെണ്ണ നല്ലോണം ഒഴിക്കണം. ഇത് രണ്ടും ചെയ്താലാണ് ഇങ്ങനെ വെക്കുമ്പോൾ കറിക്ക് രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല തേങ്ങ അരയ്ക്കാത്തത് ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലാതെ എല്ലാവർക്കും, ചിലവർക്കൊന്നും തേങ്ങ അരയ്ക്കാത്ത മീൻ കറിയൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇത് ചിലപ്പോൾ ഇഷ്ടാവില്ല. പിന്നെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് തൊട്ടൊക്കെ പരിപ്പ് വേവ ഇതങ്ങോട്ട് പൊട്ടിച്ചു കൊടുന്ന് ഇടുക, അങ്ങനെയൊക്കെ ചെയ്ത് വേഗം പണികളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാകുമ്പോൾ, തിരക്കൊക്കെയുള്ള സമയങ്ങളാവുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അതന്നെ കാര്യം. അല്ലാണ്ട് അത്ര വലിയ മുഴുവൻ മിളകെന്ന് പറയുന്ന സാധനം കഴിഞ്ഞോ? ഇല്ല. മുഴുവൻ മിളകൊക്കെ ഒന്ന് 2 പൊട്ടിച്ചിടണേ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. കണ്ടില്ലേ, കുറച്ച് കറി വേണ്ടവർക്ക് ഇത് പെട്ടെന്ന് എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ അടുക്കളയിലത്തെ ഒരു പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ചോറിനണ നേരമാകുമ്പോൾ വേഗം വന്ന് 2 പപ്പടം വറക്കും, 2 കൊണ്ടാട്ടമുളക് വറക്കും. റെഡി, ഉഷാറായി. അച്ഛനിവിടെ കാണാനില്ല കേട്ടോ. ഇവിടെയൊക്കെ അടിച്ച് ക്ലിയറാക്കി കഴിഞ്ഞു ആളുടെ. എൻ്റെ അടുക്കള പണി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെയൊക്കെ ക്ലിയറായി കണ്ട. അപ്പം അച്ഛനിനി അപ്പുറത്ത് പോയി നോക്കിയാലോ നമുക്ക്. അവിടെ ഇരിക്കുക. സെക്കൻഡ് കോട്ട് അടിച്ചു തുടങ്ങി അച്ഛൻ. കളറുണ്ടോ നോക്കട്ടെ. ഒരു ഭംഗിയില്ലാത്ത കളറാ അല്ലേ ചേട്ടാ, എന്നാലും കുഴപ്പമില്ല. ആദ്യത്തെ കളറായിരുന്നു ഒത്തിരി കൂടി ഭംഗിയുന്നു. ഒരു കരിമണ്ടി. അതന്നെ ഇക്കൊല്ലം ഇങ്ങനെ പോട്ടെ എന്ന് അച്ഛൻ പറയുന്നു. അപ്പോഴേ അച്ഛനെ ഇതെന്നോട് അടിച്ചോ എന്ന് പറഞ്ഞ അച്ഛൻ അപ്പുറത്തേക്ക് വൈറ്റ് ആ ചുമരുമ്പോൾ നല്ല അടിച്ച് നിർത്തിയല്ലോ നമ്മൾ, അപ്പോൾ അതടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇത് കഴിഞ്ഞ വീഡിയോയുടെ തുടക്കാട്ടാ, തുടർച്ചയാണ്, തുടക്കല്ല തുടർച്ച. അതാണ് ഇന്നലെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഞാനടിക്കാം. സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ മറ്റേ കളർ പോണ്ടില്ലേ ചേട്ടാ, പച്ച കളർ പോയി നല്ലതായിട്ട് വരും.
അപ്പം നമ്മളേ ഈ സൈഡൊക്കെ ഇത് കണ്ട അടിച്ചു. അപ്പോൾ അറ്റം വരെ അടിച്ചു കൂട്ടാ. അപ്പോൾ ഇനി വൈറ്റ് സിമെൻ്റ് അപ്പുറത്തടിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അച്ഛൻ അതിൻ്റെ ഉള്ളിൽ വൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇത്തിരി നേരം പിടിക്കും, പെയിൻ്റല്ലേ, അടിച്ചു വരാൻ കുറച്ച് നേരം പിടിക്കും. ഈ അപ്പോക്സിയുടെ ഇത് അടിക്കുന്ന പോലെ പെട്ടെന്ന് ഇങ്ങോട്ട് കഴിയില്ല. അപ്പോൾ ഞാൻ വൈറ്റ് സിമെൻ്റ് അപ്പുറത്തടിക്കട്ടെ. അച്ഛൻ്റെ പെയിൻറ്റിങ് അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ് അവ ചെയ്യാൻ പോണു. അറ്റം വരെ അടിച്ചു കൂട്ടാ. അച്ഛൻ പറയാനോട് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നടിക്കുന്നു. ഞാൻ അടിച്ചു, കുമ്പിട്ട് കിടന്നടിച്ചു അതിൻ്റെ ഉള്ളിൽ. അടുത്തത് ചേട്ടാ ബ്ലാക്ക്. ഇതവിടെ വളം ചെയ്യുന്നുണ്ട് കേട്ടോ. അത്തിരി കൂടി എന്താ വെള്ളാരവിടെ അവിടെ തന്നെ ഇത്തിരി ആയില്ലേ ചേട്ടാ. പെയിൻ്റ് എടുത്തിട്ട് അടിക്കുക, വെറുതെ ബ്രഷ് കൊണ്ട് കടിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അവിടെ ശരിക്കും അങ്ങനെ വരട്ടെ. പെയിൻ്റ് അടിക്കാരൊക്കെ ശരിക്കും നല്ല ഭംഗിയിലടിക്കണം. കയറി പോണ്ടല്ലേ ചേട്ടാ. അവിടെ ഇത്തിരി കൂടി വീതി കൂടി ശരിക്ക്. ചേട്ടാ വീണ്ടും വീതി കൂട്ടി. അടിയടിക്കാൻ നല്ല സുഖമാണ്, ചടപടാന്നടിക്കുക. ഈ വരയൊക്കെ ശരിയാക്കി അടിക്കുമ്പോഴാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ. അങ്ങനെ പോയാൽ മതിട്ടാ. അവിടെ ആ തടി ഇങ്ങനെ സിമെൻറ്റ് വെച്ച് ആക്കിയിട്ടുള്ള ഭാഗമില്ല അല്ല അവിടെ, വെറുതെ അങ്ങനെ ആക്കി വെക്കാം. തടിപ്പുണ്ടെങ്കിൽ പിന്നെ ആ തടിപ്പുമ്പ് കൂടെ അടിച്ച് പോയാൽ മതി. ഇത്തിരി കൂടി ഓക്കെ മതി. ഈ റൂമിൻ്റെ പരിപാടി കഴിഞ്ഞൂല്ലേ ചേട്ടാ? കിടക്കൊക്കെ ഇടണം. കണ്ട വലിയൊരു കിടക്ക അവിടെ കൊണ്ടുവച്ചോണണ്ട, അതതിൻ്റെ ഉള്ളിൽ ഇടാനാണ് ഇതൊക്കെ ചെയ്ത്. തികഞ്ഞില്ല എന്നിട്ടു. കുറച്ചും കൂടി വെള്ളം ചേർത്ത് ആദ്യം തന്നെ അടക്കുകയാണെങ്കിൽ തികഞ്ഞേനെ. ഇവിടെ വരെ തികഞ്ഞുള്ളൂ. ഇനി വേണമെങ്കിൽ മേടിച്ചു കൊടുന്നാൽ അടിക്കാം.
എനിക്കിത്തിരി എന്താ പറയുക, എൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ളതും അത്ര ഭംഗിയില്ലാത്തതുമായ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കണം എനിക്ക്. അപ്പോൾ ഇതിങ്ങനെ മതി എന്ന് വിചാരിക്കുക. അപ്പം അതങ്ങനെ പുറത്തേക്ക് കാണാണ്ട് അങ്ങനെ നിന്നോട്ടെ ഇത്തിരി വൃത്തിയിൽ. അത് വൃത്തിയിലല്ല, കർട്ടൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും കാണില്ലല്ലോ. അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതങ്ങനെ അവിടെ അങ്ങനെ എടുക്കട്ടെ. അപ്പം അതെ ചേട്ടാ ഇങ്ങോട്ട് വാ, നോക്കൂ. ഞാനേ ഈ കളറാണ് എടുത്തത്. ചേട്ടന് ഇഷ്ടപ്പെട്ടോ? ഹലോ ഇങ്ങിൻ്റെ പിന്നെ പച്ച ഇഷ്ടമായ വെൽവെറ്റാ, നല്ല സുഖമാണ് എടുക്കാൻ. അതൊരെണ്ണം. അപ്പൊ അങ്ങനെ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞിട്ടില്ല. അച്ഛൻ വീണ്ടും അവിടെ പെയിന്റ് അടിച്ചോണ്ടിരിക്കുക, നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അപ്പൊ അത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടാ. അതുവരേക്കും ടാറ്റാ, ബൈ.